അത്രേ ഉള്ളൂ. ഈ മണ്ണ് പണ്ടേ നമ്മൾ വെട്ടിമുറിച്ചു. ഇനി മുസ്ലിം എന്നും ഹിന്ദു എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് വെട്ടിമുറിക്കാൻ നിൽക്കണ്ട. ലാലേട്ടൻ അവസാനം പറഞ്ഞ ഡയലോഗുകൾ അന്നത്തെ കാലത്ത് ഈ സിനിമ കണ്ടപ്പോൾ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം അന്ന് നമ്മൾ സ്കൂളിൽ പോയിരുന്നതും കൂട്ടുകാർ തമ്മിൽ കൂട്ടുകൂടിയിരുന്നതൊന്നും ജാതിയും മതവും ഒന്നും നോക്കിയിട്ടല്ലായിരുന്നു. ബ്രോ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, ഞാൻ അതിന് യോജിക്കുന്നു. പക്ഷെ ഒരു കാര്യം സഹോദരൻ, ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരെ ഉദ്ദേശിച്ചാണല്ലെന്നുണ്ടെങ്കിൽ ഈ ജെൻസി എന്നുള്ള ടീംസിനെ അല്ലെന്നുണ്ടെങ്കിൽ ഈ 2K പിള്ളേരെയൊക്കെ ഉദ്ദേശിച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും 2Kയിൽ പെട്ടത് തന്നെയാണ്. ഞങ്ങളുടെ സൗഹൃദം ഒരിക്കലും ജാതിയും മതവും നോക്കിയിട്ടൊന്നും അല്ല, ഒരിക്കലും അല്ല. പിന്നെ ഉണ്ട്, അതായത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുണ്ട്, അതെല്ലാം കഴിഞ്ഞു പോയ ആൾക്കാർ ഓരോ വശങ്ങൾ കുത്തിവെച്ച് ജാതി മതമൊന്ന് തിരിക്കുന്നു. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ജാതി മതവും നോക്കിയിട്ടല്ല ഒരാളെ സൗഹൃദം ചേരുന്നത്. എനിക്ക് പേഴ്സണലി ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ വീഡിയോ കണ്ടോട്ടിരിക്കുന്ന നിങ്ങൾക്കും ഉണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ. അങ്ങനെ വെട്ടിമുറിച്ച് ഞങ്ങൾ ഇപ്പം നീ ഹിന്ദു ആടാ, നീ എൻ്റെ സുഹൃത്താകരുത്, അല്ലെന്നുണ്ടെങ്കിൽ നീ മുസ്ലിം ആടാ, നീ എൻ്റെ സുഹൃത്താകരുത്, നീ ക്രിസ്ത്യൻ ആടാ, നീ എൻ്റെ സുഹൃത്താകരുത്, അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെയും അത് എന്തുകൊണ്ടാണ് ഈ വിഷം വന്ന് നിറയുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഈ വിഷം എവിടെ നിന്നാണ് വരുന്നതെന്ന്.